ഹലോ, രാവിലെ വെച്ച ചോറൊക്കെ ഞാനും അച്ചൂട്ടിയും കൂടി ഉച്ചയാകുമ്പോഴേക്ക് കഴിച്ച് തീർത്തു കേട്ടോ. ഇപ്പോൾ രാത്രിക്ക് ഇനി എന്താ ഉണ്ടാക്കുക? എന്നാൽ പിന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? അങ്ങനെ ഡബിൾ റോസ്റ്റഡ് റവ എന്നൊക്കെ എഴുതിയൊരു റവ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഡബിൾ റോസ്റ്റഡ് ആണെങ്കിലും ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കി വേവിച്ചാൽ നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അത് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് അത് മാറ്റി വെച്ചിട്ടാ. കാരണം ഈ ചീനച്ചട്ടിയിലാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. അതിനു മുന്നേ ഞാനിതേ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇല്ലാത്തതിന് പകരം വറ്റൽമുളക്, കറിവേപ്പില, അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചീനച്ചട്ടി ഇതേ അടുപ്പിൽ കൊണ്ട് വെച്ചിട്ട് തീയും കൊളുത്തി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓയിലൊന്നും പിന്നെ ഇവിടെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തി കൊടുക്കുന്നത് കശുവണ്ടിയാണ്. അതായത് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ച കശുവണ്ടിയാണ്. അപ്പോൾ അതിന് കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളകില്ല വറ്റൽമുളക് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ചെറുതായി ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേഗം വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എത്ര ഉപ്പ് ചേർത്തി കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കേണ്ടി ഒന്നും വന്നില്ല. അതെല്ലാം വഴന്ന് വന്ന ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമ്മൾ ആ റവ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അടുക്കളയിലാണെങ്കിൽ ഒരു ബൾബിൻ്റെ കുറവുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ കേട് വന്നിരിക്കുകയാണ്. അപ്പോൾ എമർജൻസി ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതും അങ്ങനെ തന്നെ. ഇപ്പോൾ റവയിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി. ആ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാക്കറ്റിൽ ആ ഡബിൾ റോസ്റ്റഡ് റവയാണല്ലോ എന്തായാലും, അതിന് കുറച്ച് റവയും കൂടി എടുത്ത് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ടയൊക്കെ ഉടച്ച് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കട്ടയും സൂപ്പറായി ഉടച്ചതിന് ശേഷം നമ്മൾ നേരത്തെ നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നേ, ആ നാളികേരം കൂടി അവസാനമായിട്ട് ഇതിക്ക് ചേർത്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റവ ഉപ്പുമാവ് നമുക്ക് ഇഷ്ടമൊന്നുമല്ല, എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഇന്ന്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റവ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ റവ ഉപ്പുമാവ് ഞാൻ കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഒരു പ്ലേറ്റിലാണ് ഞാൻ അച്ചൂട്ടിയും കൂടി എടുക്കുക. അവന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സോയാബീനും എനിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴവും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാട്ടോ, സൂപ്പർ. വീഡിയോ എത്ര ഉള്ളൂ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ടെസ്റ്ററോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. രസമുണ്ടോ?